ബോയ്സ്, അപ്പോൾ നമ്മൾ തിരുവനന്തപുരം പോവുകയാണ്. ഈ സ്പോർട്സ് ടീമായിട്ട് JMBയുടെ അതിലൊരുത്തനോട് ചോദ്യമുണ്ട്. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ, ലേറ്റ് ആയിരുന്നു കുറച്ച്. പിന്നെ ഞാൻ വണ്ടി എടുക്കാൻ പോയിരിക്കുമായിരുന്നു. വണ്ടി നമുക്ക് കിട്ടി, റെഡിയാക്കിയിട്ട് ബമ്പർ മാറ്റി, ഹെഡ്ലൈറ്റ് മാറ്റി, ആ മിറർ മാറ്റി. ഇതിന് ബമ്പറിന് 3000, ഇതിന് 9000, അതിന് 4000. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ചെറുതായിട്ട് ഇവൻ എന്നെ ഒന്ന് കാണിച്ച് തന്നത്, ഇവിടെ നിന്ന് കിടന്ന് ഇളകും നിന്ന്. ഞാൻ ചിലപ്പോൾ ഒന്ന് കാണിക്കേണ്ടി വന്നിട്ടുണ്ട്, കാണിക്കും, അവരത് ചെയ്തു തരും. അതായത് പെട്ടെന്ന് പ്രോസസ് അവരുടെ അത് കണ്ടു കാണത്തില്ല. ആവശ്യത്തുണ്ടോ? ഒട്ടിക്കാത്തതിൻ്റെ ചേട്ടന് ഞാനത് വീഡിയോ അടിച്ചോ, ചേട്ടൻ പെട്ടെന്ന് ചെയ്തു തരും. ഞാൻ ആ വണ്ടിയെ കുറിച്ച് ചേട്ടനേക്ക് ഇപ്പോൾ പറഞ്ഞായിരുന്നു, വിളിച്ചു ഭാരതിയിൽ. ചേട്ടൻ പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഉണ്ടത്, ഇപ്പോൾ റെഡിയാക്കി തരാം. ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ്, ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് പെട്ടെന്ന് എല്ലാവരും ഇരിക്കുന്ന ഇടന്ന് ഗേറ്റൊന്നും ആരും അടയ്ക്കേണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും അത്തറിയത് ഡാഷ് ക്യാമിലെ മൈക്രോ SD കാർഡ് ഞാൻ മറന്നു, അത് വെച്ചേക്കാം, അല്ലേ പറയാൻ പറ്റില്ല എന്ത് പറ്റുമോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരം എത്തണം. എത്ര മണിക്കാണ് മാച്ച്? 1 മണിക്ക്. നമ്മൾ എത്തുന്ന അനുസരിച്ചാണ് മാച്ച്. ഇന്നലെ രാത്രിയാണ് പറയണത്. രാത്രി 11 മണിക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണി വരെ. ഇതെവിടെ ലാൻ ഇവന്റ് ആണ്? ഏത് ആരാ ഹോസ്റ്റ് ചെയ്യുന്നത്? ലോക്കിൻ എന്ന് പറയുന്ന ഒരു ഗിഗ് ബോസും TSG എന്ന് പറഞ്ഞ. എത്ര ടീമുണ്ട് ഇപ്പൊ? നമ്മള് ഫൈനൽസിൽ 2 ടീമുള്ള. അപ്പൊ നിങ്ങളും അവനുമായിട്ടാണ്? ഞങ്ങൾ ഇത്ര ഒരു 4 കളി ജയിച്ചു. 4 കളി സെമി. ഇന്നലെ സെമി. ഓക്കെ. അപ്പൊ എത്ര ടീം ഉണ്ടാകും തുടക്കത്തിൽ? 21. നിങ്ങൾ ജയിച്ച് ഫൈനലിൽ വരെത്തിയ? ഇത് വാലറന്റ് ഗെയിം അല്ലേ? കേട്ടല്ലോ, അതൊക്കെ തന്നെ ഞാൻ ആദ്യമായിട്ട് കേട്ടു. നമ്മൾ മാരുതിയുടെ സർവീസ് സെന്ററിൽ ജസ്റ്റ് എത്തി. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് ഇപ്പം ഇറങ്ങാം. ചേട്ടൻ ഒറ്റയടിക്ക് പെട്ടെന്ന് 3-4 ദിവസത്തിൽ തന്നെ നമുക്ക് ഇൻഷുറൻസ് എല്ലാം ക്ലെയിം ചെയ്ത് സാധനം സെറ്റാക്കി തന്നതാണ്. ഒന്ന് ഇപ്പം ജസ്റ്റ് ഒട്ടിച്ചപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടി. അത് സത്യം പറഞ്ഞാൽ ഞാൻ മേടിച്ച സ്ഥലത്തുനിന്നില്ല, അത് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത സാധനങ്ങളാണ്. അതിന് 4 സ്ക്രൂ വെക്കാം, 5 സ്ക്രൂ വെക്കാം. അവർ 3 സ്ക്രൂ വെച്ചിട്ട് തന്നുള്ള. അപ്പം അപ്പുറത്ത് സ്ക്രൂ ഇല്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഹോൾ ഇട്ടിട്ട് ഇപ്പം അത് ചെയ്തതാണ്. അതിന്റെ ഫിനിഷിങ് അത്ര കിടിലമാണെന്ന് ഞാൻ പറയത്തില്ല. ഗ്യാപ്പ് ഇപ്പം കുറച്ച് നല്ല ഗ്യാപ്പ് കാണാം, ഇപ്പം കുറച്ച് അകന്ന് നിൽക്കുന്ന കണക്ക്. പക്ഷെ അറ്റ്ലീസ്റ്റ് സ്ക്രൂ ഒക്കെ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഊരി വരത്തില്ല എന്നുള്ളൊരു സന്തോഷം. മാരുതിയും ടാറ്റയും മഹീന്ദ്രയിലും നമ്മൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാറുണ്ട്. ഇവിടുന്ന് തിരുവനന്തപുരം വരെ നമ്മളൊരു ഷോർട്ട് കട്ട് പിടിച്ചതാണ്, ലോങ് കട്ട് ആയിപ്പോയി. ഇവന്മാരൊക്കെ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത്. ഇവരില്ലെങ്കിൽ ജയിക്കത്തില്ലെന്നാണ്. അവനില്ലെങ്കിൽ ടീം ജയിക്കില്ല. അവരവിടെ എത്തിച്ചിട്ട് നമുക്ക് ചെയ്യുള്ളൂ. ഗില്ലിയുടെ പാട്ടൊക്കെ കിട്ടിയാൽ വെച്ചേന്. പക്ഷെ എന്ത് ചെയ്യാനാ, കുറച്ച് നേരമായിട്ട് എനിക്ക് കണ്ടക്ഷനാണെന്ന് എനിക്ക് ഫീൽ വരുന്നുണ്ട്. നമ്മളിപ്പോ സർവീസ് ഇൻഷുറൻസ് ഇറക്കിയതേ ഉള്ളൂ. പിന്നെ കേട്ടേണ്ടി വരും. ഞങ്ങള് ഷോർട്ട് കട്ട് പിടിച്ച ഇപ്പൊ അരമണിക്കൂർ കൂടുതലാണ്. ഹൈവേ തപ്പിയത്, ഹൈവേ കിട്ടിയില്ല. അപ്പൊ ഇവന് ടീമിന്റെ അവിടെ എത്തിയാലേ അവർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഗെയിം ഇവനല്ല അവർക്ക് കളിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇവനെ ടീമിന്റെ അവിടെ എത്തുന്നതാണ് നമ്മുടെ ഇന്നത്തെ കർത്തവ്യം എന്ന് തന്നെ ഏറ്റെടുത്തത്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എത്തും, ടീമിന്റെ അവിടെ എത്തിയില്ലെങ്കിൽ. ഇങ്ങനെ പോയാൽ എവിടെയെങ്കിലും ഒക്കെ എത്തും. ഹോയ് വരുന്നത് ഹോയ്. ഡി സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിലയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിലയില്ലായിരുന്നു അവിടെ. ഒരു വിലയില്ല. ആദ്യമായിട്ട് ഇറങ്ങണാണ്. എന്നിരുന്നാലും അവിടെ കമന്ററി പറയുന്നിരിക്കുന്നവരൊക്കെ കമന്ററി ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മളേതോ വേറെ ഏതോ നാട്ടിൽ നിന്ന് കളിക്കണ പോലെ. ഇന്നത് മാറും. ഇന്ന് നമ്മള് ക്യാമിയോ ഈസിലി എത്തി. ഫസ്റ്റ് കളി തന്നെ നമ്മളൊരു ലൈക്ക് ഈസിലി ഫസ്റ്റ് ടൂർണമെന്റ്, ഫസ്റ്റ് ഫൈനല് ആയിട്ട് ഇന്നവിടെ അടിച്ചു കലക്കി കൊടുക്കും അല്ലേ? ഏത് തീരുമാനാക്കുമല്ലോ നീ. ബ്ലൈൻഡ് വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നേരിട്ടുള്ളൂ നീ. കണ്ട അത്രേ ഉള്ളു. അതെ. 1v4 ഒക്കെ എടുക്കും. ഏതാണ് ക്യാരക്ടർ കളിക്കുന്നത്? ഇനീഷ്യേറ്ററാ? എല്ലാം ഇനീഷ്യേറ്റ് ചെയ്യണം കേട്ടോ, നീ മാത്രം പുറകിലാണ്. നമ്മൾ എത്തിയിട്ടില്ല. നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡ് മാച്ച് കഴിഞ്ഞ് 3ാമത്തെ മാച്ച് ഇട്ടാണ് കളിക്കുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം 5 മണിക്കൂർ എടുത്തു. സെക്കൻഡ് മാച്ചിന് ഇടയ്ക്ക് വെച്ച് UPS അടിച്ചു പോയതുകൊണ്ട് സെക്കൻഡ് മാച്ച് നിന്നു. അപ്പം നമ്മുടെ പയ്യൻ സെക്കൻഡ് മാച്ച് കയറും പിന്നെയും. അപ്പം നമുക്ക് 4 മാച്ച് അവൻ കളിക്കും. അപ്പം അല്ലെങ്കിൽ 3 മാച്ച് കളിക്കുന്നുള്ളായിരുന്നു. 3ാമത്തെ പ്ലെയർ വന്നു. അവനവിടെ
ഞാനവിടെ ഉണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് കയറിയെന്ന് തോന്നുന്നു. ഇവിടെ 20 സിസ്റ്റം അങ്ങനെ ഉണ്ട്, എല്ലാം ലാനായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ലാനും കളിക്കാൻ പിന്നെ വേറെ നോർമൽ കഫേയും കൂടിയാണ്. പക്ഷേ നമുക്കൊട്ട് സമയമില്ലായിരുന്നു. കുറച്ച് സമയത്തിൽ നമ്മൾ പെട്ടെന്നൊരു ജേഴ്സിക്ക് പ്രിൻ്റ് അടിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ പാതിരാത്രി തപ്പി പിടിച്ചിറ കിട്ടി. അത് വെച്ച് നമ്മൾ GMB Esports പ്രിൻ്റ് അടിച്ചെടുത്തിരിക്കുന്നു. ഇത് കോട്ടൺ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് കുറച്ചായിട്ട്. ലോഗോ ഉണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ അതിനെക്കാളും കിടിലൻ ജേഴ്സി ഉണ്ടാക്കും നെക്സ്റ്റ് ടൈം. ഇപ്പം എന്ത് നടക്കുന്നു, വാട്ട് എവർ വർക്ക്സ്, നമ്മൾ ജയിക്കുമല്ലേ? ജയിക്കുമല്ലേ? നമ്മൾ ഓൾറെഡി ജയിച്ച്. അത്രേ ഉള്ളൂ. അപ്പോൾ JMBയുടെ മോഡറേറ്റേഴ്സ് ആണിത്. അർജുൻ വോയിസ് നമ്മൾ ജയിക്കാൻ പോവുകയാണ്. ഇവനെ കണ്ട എനിക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ. അവിടെ കൊടുക്കുന്ന തിരക്കും സംസാരവും പ്ലാനിങ് ഒക്കെയാണ്. നമ്മുടെ ഇവിടെ നടന്നില്ലല്ലോ. എന്ത് പറയാ? ഇത് നോക്കി മരിപ്പൂട്ടി വന്നിരിക്കുന്നു. തലക്കടി. അതെ അതെ, ചാടി അടിച്ചോ. നമ്മുടെ JMB Esportsന്റെ പിള്ളേരുടെ ഗെയിം സ്റ്റാർട്ട് ആകാൻ പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം എല്ലാവരും ലാനായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് അമ്മാരുടെ ഗെയിം എന്തായാലും സ്റ്റാർട്ടായി. അപ്പോൾ ഉമ്മാരുടെയൊക്കെ വയറിന് വിശപ്പ്. അപ്പോൾ അത് നമ്മൾ ശമിപ്പിക്കണം. പിന്നെ എൻ്റെയും ഉണ്ട് ചെറുത്. പിന്നെയും ഡയറ്റ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കാർബ്സ് കട്ട് ചെയ്തു, പ്രോട്ടീൻ കട്ട് ചെയ്തിട്ടില്ല. പ്രോട്ടീനും ഫാറ്റും ഉണ്ട്, ബാക്കി വെജീസും ഷുഗറും ബാക്കിയില്ല. കാർബ്സും ഷുഗറും എല്ലാം ഒന്ന് തന്നെ. അപ്പം അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് കൂടി സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് കുറച്ച് വർക്കുള്ളത് കൊണ്ട് വർക്കൗട്ട് പറ്റുന്നില്ല. ഉമ്മാരെല്ലാം ഉണ്ട്, ഉമ്മാരൊക്കെ പട്ടിണിയാണ്. JMBയുടെ വളരെ അടുത്ത മോഡറേറ്റേഴ്സ് ആണ്. നമ്മൾ എത്രേ ജയിക്കുവാണോ? ഒരു ഗെയിമെങ്കിലും ജയിക്കുവോ? ഇത് 3ാമത്തെ ഗെയിമല്ലേ? രണ്ടെണ്ണം തോറ്റല്ലോ. ഇത് ജയിച്ചില്ലെങ്കിൽ വീട്ടിൽ പോവാ. ഞാൻ വണ്ടി ഓണാക്കിയിട്ടുണ്ട്. അവര് ജയിക്കോ ജയിക്കില്ലോ എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഗെയിം ആയിരുന്നു ഞങ്ങളുടെ. അത് ബ്ലൈൻഡുമായിട്ടൊക്കെ ആയി. ബ്ലൈൻഡ് നല്ല ടീമാണെന്ന് പറയുന്നു. അപ്പം റെസ്പെക്ടബിൾ ലോസ് ആണ്. സെക്കൻഡ് നമുക്ക് പൈസ കിട്ടും 5000 രൂപ. പക്ഷെ അത് നമുക്ക് വേണ്ട, നമുക്ക് ജയിച്ചേ പറ്റൂ. സെക്കൻഡ് നമുക്ക് വാല്യൂ ഇല്ല. ജയിച്ചോ ജയിച്ചില്ലയോ? തോറ്റോ? എന്തേലും ഒന്ന് പറ. 3-1 ജയിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട്, നമ്മൾ ജയിക്കും. രണ്ട് റൗണ്ടും കൂടെ മതി. നമ്മളത് 4th മാച്ചിൽ 5 വെച്ച് ലീഡ് ചെയ്യുകയാണ്. അവര് 0. അവരിപ്പോ ടൈം ഔട്ട് വരെ വിളിച്ചിരിക്കുന്നു. മോനെ പ്രതീക്ഷ പോലും കാണത്തില്ല. ബ്ലൈൻഡ് അല്ലേ? പ്ലെയിനൊന്നും ആവശ്യമില്ല. 4v1. 3v1 चल रहा है अभी. ബോയ്സ് അവന്മാര് പിന്നെ ടൈം ഔട്ട് മേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് 10-1 അവന്മാർക്ക് 1. മോനെ ഇത് തിരുവനന്തപുരം വന്നിട്ടൊരു കാറിനകത്തിരുന്ന് ഞാൻ ഏതൊരു മൂലയ്ക്കിരുന്നത് എന്റെ നല്ല മാച്ച് കാണുക. ഓലെ JMB ടീം JMB Esports ഒറ്റടിക്ക് മെയിൻ സ്ട്രീമിലോട്ട് കയറുകയാണ്. എന്ത് കളി കളിക്കുന്നവന്മാര്. 10-1. Victory boys, victory. One more match and we have this dub, man. One more match. അപ്പോൾ ഇനി ഒരു മാച്ചും കൂടി ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോ ഇരിക്കുകയാണ്. അവർക്ക് 2 നമുക്ക് 2. അവരോട് ജയിച്ചു കഴിഞ്ഞാൽ we are one of the best teams in Kerala. Damn. Unprecedented circumstances, man. Boys, അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ലാഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ മാച്ചിൽ 9-11. അവന്മാർക്ക് 2 മാച്ച് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തോക്കും. നമുക്ക് വേണ്ടത് 4. Oh damn. ഇടുന്ന സ്നൈപ്പാണ്. ഉസി എന്ന് പറഞ്ഞ ചെറുക്കൻ. 3v1. Come on. We need to win this. Now we are 10-11. Okay, we need to win 3 more games. They need to win. We're still like sort of one game behind, but I don't know, man. I really like we are gonna win this. നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ we are actually one of the best teams in Kerala. 15,000 രൂപയും കിട്ടും. 11-11 boys. 11-11. One guy clutched. 1v4. Final match ആണ്. Chances are really less. We might lose. 2v4. 2v3. 1v3. Damn. 11 we lost. Yeah. ഒരു സിംഗിൾ മാച്ച് കാരണം ഗെയിം പോയി.
കണ്ടില്ലേ 11-12 പിന്നെ അവർ ജയിച്ചു. കുറച്ചേറെ പറഞ്ഞായിരുന്നായിട്ട് നമ്മുടെ ടീം ജയിച്ചില്ല, അതുകൊണ്ട് കുറച്ചുണ്ട്. എന്നാലും കട്ടി പിടിച്ചോ നീ. ഒരു മാച്ചിൽ കൊണ്ട് തൊലച്ചല്ലാണ് ഞാൻ എന്തൊക്കെ ഡയലോഗ് ഇറക്കിയതാണ്. കിടിലൻ കളിയായിരുന്നു. കേട്ടല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നമ്മളെ ജയിക്കുമെന്ന്. ജയിച്ചു. ലൈക്ക് നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ എല്ലാവരും നമ്മൾ ജയിച്ചു. ആദ്യത്തെ റൗണ്ട്സിൽ ഇവര് 2 മാച്ച് തോറ്റപ്പോ നമ്മൾ വിചാരിച്ചു കയ്യിൽ നിന്ന് പോയി. പക്ഷെ ഇവര് ആ 3ാമത്തെ മാച്ച് കഴിഞ്ഞ ഭയങ്കര വിഷയമായിരുന്നു. ഒന്നും പറയാനില്ല. ഇവനെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു, ഇവനില്ലായിരുന്നു ഇവിടെ. 5 മണിക്കൂർ ഓടിച്ചെത്തിച്ചതാണ്. നമ്മളൊരു മിസ്റ്റേക്ക് ആണത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇവര് ഇത്രയും ടയർഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോ ഇനിയും പോരാടിയാനെ. ലാസ്റ്റ് ഓഫ് ലാസ്റ്റ് വരെ ഇനിയും നമുക്ക് വരുന്നു. ബോയ്സ് അപ്പം ഏകദേശം 11 ആയിട്ടുണ്ട്, ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ 11 ആയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 4-4:30 ആവും. ഇവന്മാർ വീട്ടിൽ എത്തുമ്പം ഒരു 6-7 ആവും. ഇവന്മാരെല്ലാം കൊണ്ട് ഞാൻ ഖലീഫ മന്തിയിലോട്ട്. മന്തിക്കട കിട്ടില്ലായിരുന്നു, കയറിയോണ്ട് തന്നെ പറഞ്ഞിടാൻ നോക്കുന്നതൊക്കെ ആയിരുന്നു. ബ്രോ കഴിഞ്ഞോ? അത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്നെ ചോദിച്ചത് ബ്രോ മോശമായിപ്പോ ഇങ്ങനെ ചോദിക്കുന്നത്. 5-10 മിനിറ്റ് പോലും ആയില്ല, അപ്പൊ തന്നെ അടുത്ത ആൾക്ക് റിസർവ് ചെയ്തായിരുന്നു. അന്നേരം എന്നെ നേരിട്ട് ഇവിടെ ഇരുത്തി. അപ്പോൾ ആ സംസാരം ഇഷ്ടപ്പെട്ടില്ല. ബ്രോ അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാന്നൊക്കെ എൻ്റെ പറഞ്ഞ്, പക്ഷെ ഞാൻ ചോദിക്കുന്ന പ്രതീക്ഷയിലും തോന്നുന്നു. അപ്പോൾ അത് മൈൻഡ് ചെയ്യണം, കുഴപ്പമില്ല. അപ്പോൾ ഇവന്മാരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിടാൻ നോക്കാം. അവിടെ ട്രെയിൻ തിരക്കൊന്നും ഇല്ലെങ്കിൽ സ്റ്റേഷൻ കയറി പോകും ഇവന്മാർ, ട്രെയിൻ കയറി പോകും. അല്ലെങ്കിൽ നമ്മൾ പോകും, നമ്മൾ ഒരുമിച്ച് എങ്ങനെ വേണമെങ്കിലും പോവാം. ഫൈനൽ നമ്മൾ ആലപ്പുഴ എത്തി. ലാസ്റ്റിലെത്തിയത് എന്നെ ഓടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കൊടുക്ക തുറക്കും എങ്ങനെയെങ്കിലും. അപ്പോൾ ഇന്നലെ ഈ വീഡിയോ ഇവിടെ ചേർത്തുകയാണ്. ഇവന്മാരൊക്കെ ഇനി വീട്ടിലോട്ട് പോകും, കുറച്ച് പേര് എൻ്റെ വീട്ടിലോട്ട് വരും. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ആപ്പിൾ. I'll see you guys next time. Peace.